ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. 2026 ലോഗോസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ്. ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തതിനു ശേഷം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഫീസ് അടച്ചതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന ആളുടെ മൊബൈൽ നമ്പരും പേരും കൂടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗമാണ്. 2 പാർട്ടായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം ചോദ്യോത്തരങ്ങൾ വീഡിയോയാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ശിഷ്യന്മാർ തിരിച്ചെത്തിയപ്പോൾ എന്താണ് കണ്ടത്? അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത്. അവൻ എന്ന് പറയുന്നത് യേശു. 2, യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടതാര്? ശിഷ്യന്മാർ. 3, ആര് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടാണ് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടത്? യേശു. 4, ശിഷ്യന്മാർ എന്താണ് യേശുവിനോട് ചോദിക്കാതിരുന്നത്? അവളോട് എന്ത് ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ? 5, അവളോട് എന്തു ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ യേശുവിനോട് ചോദിക്കാതിരുന്നത് ആര്? ശിഷ്യന്മാർ. 6, കുടം അവിടെ വച്ചിട്ട് പട്ടണത്തിലേക്ക് പോയത് ആര്? ആ സ്ത്രീ. 7, ആ സ്ത്രീയാകട്ടെ എന്ത് അവിടെ വച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി? കുടം. 8, ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വച്ചിട്ട് എവിടേക്കാണ് പോയത്? പട്ടണത്തിലേക്ക്. 9, ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് എന്താണ് പറഞ്ഞത്? ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. 10, ഞാൻ ചെയ്ത എന്തെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ എന്നാണ് ആ സ്ത്രീ ആളുകളോട് പറഞ്ഞത്. കാര്യങ്ങളെല്ലാം. 11, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെയായിരിക്കുമോ? ഡാഷ്. യോഹന്നാൻ 4:29 പ്രകാരം പൂരിപ്പിക്കുക. ക്രിസ്തു. 12, അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്തു വന്നു. ആര്? ആ സ്ത്രീയും ആളുകളും. 13, അവർ, ആ സ്ത്രീയും ആളുകളും എവിടെ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്തു വന്നു? പട്ടണത്തിൽ നിന്ന്. 14, തത്സമയം ശിഷ്യന്മാർ യേശുവിനോട് എന്താണ് അപേക്ഷിച്ചത്? റബ്ബി, ഭക്ഷണം കഴിച്ചാലും. 15, യോഹന്നാൻ 4:31 ശിഷ്യന്മാർ യേശുവിനെ സംബോധന ചെയ്തത് എന്ത്? റബ്ബി. 16, റബ്ബി, ഭക്ഷണം കഴിച്ചാലും എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞപ്പോൾ അവിടുന്ന് എന്താണ് പറഞ്ഞത്? നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. 17, നിങ്ങൾ അറിയാത്ത എന്ത് എനിക്കുണ്ട് എന്നാണ് അവൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഭക്ഷണം. 18, ആരെങ്കിലും ഇവന് എന്തു കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്നാണ് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത്? ഭക്ഷണം. 19, ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് പരസ്പരം പറഞ്ഞതാര്? ശിഷ്യന്മാർ. 20, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. ആര് ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട്. 21, ആരുടെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം എന്നാണ് യേശു പറയുന്നത്? എന്നെ അയച്ചവന്റെ. 22, എന്താണ് തന്റെ ഭക്ഷണം എന്നാണ് യേശു പറഞ്ഞത്? എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയും. 23, എത്ര മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാണ് യേശു അവരോട് ചോദിക്കുന്നത്? 4. 24, 4 മാസം കൂടി കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാണ് യേശു ചോദിക്കുന്നത്? വിളവെടുപ്പായി എന്ന്. 25,
4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത്? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകളുയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. 26, നിങ്ങൾ കണ്ണുകളുയർത്തി എവിടേക്ക് നോക്കുവിൻ എന്നാണ് യേശു പറയുന്നത്? വയലുകളിലേക്ക്. 27, ആർക്ക് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? കൊയ്യുന്നവന്. 28, കൊയ്യുന്നവന് എന്തു കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു? കൂലി. 29, കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ എന്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു? നിത്യജീവിതത്തിലേക്ക്. 30, ഒപ്പം സന്തോഷിക്കുന്നവർ ആരെല്ലാം? വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും. 31, അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം എന്തു ചെയ്യുന്നു? സന്തോഷിക്കുന്നു. 32, വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ എന്തായിരിക്കുന്നു? സാർത്ഥകമായിരിക്കുന്നു. 33, ഏതു ചൊല്ലാണ് ഇവിടെ സാർത്ഥകമായിരിക്കുന്നത്? വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. 34, വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്ന എന്താണ് ഇവിടെ സാർത്ഥകമായിരിക്കുന്നത് എന്നാണ് യേശു പറയുന്നത്? ചൊല്ല്. 35, നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു എന്നാണ് യേശു പറയുന്നത്? അധ്വാനിച്ചിട്ടില്ലാത്ത. 36, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത എന്തു ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു? വിളവ്. 37, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് യേശു പറയുന്നത്? മറ്റുള്ളവരാണ് അധ്വാനിച്ചത്. 38, ആരാണ് അധ്വാനിച്ചത്? മറ്റുള്ളവർ. 39, മറ്റുള്ളവരുടെ എന്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന് യേശു പറയുന്നു? അധ്വാനത്തിന്റെ. 40, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ എന്തുമൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. സാക്ഷ്യം. 41, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന് ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം ആരാണ് അവനിൽ വിശ്വസിച്ചത്? പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ. 42, പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ യേശുവിൽ വിശ്വസിച്ചത് എന്തുകൊണ്ട്? ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന് ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം. 43, ആരാണ് അവന്റെ അടുത്തു വന്ന് തങ്ങളോടൊത്ത് വസിക്കണം എന്ന് അവനോട് അപേക്ഷിച്ചത്? ആ സമരിയാക്കാർ. 44, ആ സമരിയാക്കാർ അവന്റെ അടുത്തു വന്ന് എന്താണ് അപേക്ഷിച്ചത്? തങ്ങളോടൊത്ത് വസിക്കണമെന്ന്. 45, ആ സമരിയാക്കാർ അവന്റെ അടുത്തു വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ യേശു എന്തു ചെയ്തു? അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. 46, അവൻ എത്ര ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്? 2 ദിവസം. 47, അവന്റെ യേശുവിന്റെ എന്തു ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. വചനം. 48, അവന്റെ വചനം ശ്രവിച്ച മറ്റു പലരും എന്തു ചെയ്തു? അവനിൽ വിശ്വസിച്ചു. 49, അവന്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. തുടർന്ന് അവർ ആ സ്ത്രീയോട് എന്താണ് പറഞ്ഞത്? ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല. 50, ഇനിമേൽ ഞങ്ങൾ എന്തു ചെയ്യുന്നത് നിന്റെ വാക്കുമൂലമല്ല എന്നാണ് പറയുന്നത്? വിശ്വസിക്കുന്നത്. 51, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല എന്ന് അവർ പറയാൻ കാരണമെന്ത്? കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. 52, ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും എന്ത് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്? ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന്. 53, യോഹന്നാൻ അധ്യായം 4 രണ്ടാമത്തെ തലക്കെട്ട് രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. 54, സമരിയായിൽ നിന്ന് യേശു എവിടേക്കാണ് പോയത്? ഗലീലിയിലേക്ക്. 55, സമരിയായിൽ നിന്ന് എത്ര ദിവസം കഴിഞ്ഞാണ് യേശു ഗലീലിയിലേക്ക് പോയത്? 2 ദിവസം. 56,
ആര് സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രവാചകൻ. 57 പ്രവാചകൻ എവിടെയാണ് ബഹുമാനിക്കപ്പെടാത്തത്? സ്വന്തം നാട്ടിൽ. 58 പ്രവാചകൻ സ്വന്തം നാട്ടിൽ എന്തു ചെയ്യപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ബഹുമാനിക്കപ്പെടുന്നില്ല. 59 പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് ആര് സാക്ഷ്യപ്പെടുത്തിയിരുന്നു? യേശു. 60 യേശു ഗലീലിയിൽ വന്നപ്പോൾ ആരാണ് അവനെ സ്വാഗതം ചെയ്തത്? ഗലീലിയാക്കാർ. 61 യേശു ഗലീലിയിൽ വന്നപ്പോൾ ഗലീലിയാക്കാർ അവനെ സ്വാഗതം ചെയ്തത് എന്തുകൊണ്ട്? എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. 62 തിരുനാളിൽ ആര് ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ ഗലീലിയാക്കാർ കണ്ടിരുന്നു? യേശു. 63 തിരുനാളിൽ യേശു ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ കണ്ടിരുന്നത് ആര്? ഗലീലിയാക്കാർ. 64 അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. ആര്? ഗലീലിയാക്കാർ. 65 ആര് വീണ്ടും ഗലീലിയിലെ കാനായിലെത്തി? അവൻ, അതായത് യേശു. 66 യേശു വീണ്ടും ഗലീലിയിലെ എവിടെയാണ് എത്തിയത്? കാനായിലെത്തി. 67 എവിടെ വച്ചാണ് യേശു വെള്ളം വീഞ്ഞാക്കിയത്? കാനായിൽ. 68 കാനായിൽ വെച്ച് യേശു എന്താണ് ചെയ്തത്? വെള്ളം വീഞ്ഞാക്കി. 69 എവിടെയാണ് ഒരു രാജസേവകൻ ഉണ്ടായിരുന്നത്? കഫർനാമിൽ. 70 കഫർനാമിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഒരു രാജസേവകൻ. 71 രാജസേവകന്റെ മകന് എന്താണ് സംഭവിച്ചത്? രോഗബാധിതനായിരുന്നു. 72 കഫർനാമിൽ ആരുടെ മകനായിരുന്നു രോഗബാധിതനായിരുന്നത്? ഒരു രാജസേവകന്റെ. 73 യേശു എവിടെ നിന്ന് ഗലീലിയിലേക്ക് വന്നു എന്നാണ് രാജസേവകൻ കേട്ടത്? യൂദയായിൽ നിന്ന്. 74 യേശു യൂദയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നെന്നു കേട്ടപ്പോൾ ആരാണ് തന്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചത്? രാജസേവകൻ. 75 യേശു യൂദയായിൽ നിന്നും ഗലീലിയിലേക്ക് വന്നെന്നു കേട്ടപ്പോൾ രാജസേവകൻ എന്താണ് യേശുവിനോട് അപേക്ഷിച്ചത്? തന്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന്. 76 തന്റെ ആസന്ന മരണനായ മകനെ എന്തു ചെയ്യണമെന്നാണ് രാജസേവകൻ യേശുവിനോട് അപേക്ഷിച്ചത്? സുഖപ്പെടുത്തണമെന്ന്. 77 രാജസേവകന്റെ ആരാണ് ആസന്ന മരണനായി കിടക്കുന്നത്? മകൻ. 78 തന്റെ ആസന്ന മരണനായ മകനെ സുഖപ്പെടുത്തണമെന്ന് രാജസേവകൻ യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. 79 എന്ത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ എന്നാണ് യേശു പറയുന്നത്. അടയാളങ്ങളും അത്ഭുതങ്ങളും. 80 അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ എന്ന് യേശു പറഞ്ഞപ്പോൾ രാജസേവകൻ എന്താണ് അപേക്ഷിച്ചത്? കർത്താവേ, എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. 81 കർത്താവേ, എന്റെ മകൻ എന്തു ചെയ്യുന്നതിന് മുമ്പ് വരണമേ എന്നാണ് രാജസേവകൻ അപേക്ഷിച്ചത്? മരിക്കും മുമ്പ്. 82 കർത്താവെ, ആര് മരിക്കും മുമ്പ് വരണമേ എന്നാണ് രാജസേവകൻ അപേക്ഷിച്ചത്? മകൻ. 83 കർത്താവെ, എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ എന്ന് രാജസേവകൻ അപേക്ഷിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. 84 ആര് ജീവിക്കും എന്നാണ് യേശു രാജസേവകനോട് പറഞ്ഞത്? നിന്റെ മകൻ. 85 യേശു പറഞ്ഞ എന്ത് വിശ്വസിച്ചാണ് രാജസേവകൻ പോയത്? വചനം. 86 യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് പോയതാര്? അവൻ, അതായത് രാജസേവകൻ. 87 യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് പോകും വഴി രാജസേവകൻ എന്തു വാർത്തയാണ് കേട്ടത്? മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. 88 എപ്പോഴാണ് മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നത്? പോകും വഴി. 89 പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി എതിരെ വന്നതാര്? ഭൃത്യന്മാർ.
90 ഏതു സമയത്താണ് അവന്റെ, അതായത് മകന്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അന്വേഷിച്ചതാര്? രാജസേവകൻ. 91 എപ്പോഴാണ് പനി വിട്ടുമാറിയത് എന്നാണ് ഭൃത്യന്മാർ പറഞ്ഞത്? 7-ാം മണിക്കൂറിൽ. 92 ഇന്നലെ 7-ാം മണിക്കൂറിൽ എന്തു വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു? പനി. 93 ആ പിതാവ്, അതായത് രാജസേവകൻ എന്താണ് മനസ്സിലാക്കിയത്? നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണ്, അതായത് 7-ാം മണിക്കൂറിൽ. 94 ആരൊക്കെയാണ് യേശുവിൽ വിശ്വസിച്ചത്? അവനും കുടുംബം മുഴുവനും, അതായത് രാജസേവകനും അവന്റെ കുടുംബം മുഴുവനും യേശുവിൽ വിശ്വസിച്ചു. 95 യേശു യൂദായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏത്? രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തിയത്. സമാന വാക്യങ്ങളിൽ നിന്ന് 5 ചോദ്യങ്ങളാണ്. ഈ വാക്യങ്ങൾ ഒരാൾ ഒരു വാക്യമെങ്കിലും കമന്റ് ചെയ്യാനായി പരിശ്രമിക്കുക. എല്ലാവരും ഈ വാക്യങ്ങൾ ബൈബിളിൽ വായിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാൻ 4:5 സമാനമായ വചനഭാഗങ്ങൾ. ഉൽപ്പത്തി 33:19, ഉൽപ്പത്തി 48:22, ജോഷുവ 24:32. 2 യോഹന്നാൻ 4:9 സമാനമായ വചനഭാഗങ്ങൾ. എസ്രാ 4:3 മുതൽ 6 വരെ, മത്തായി 10:5. 3 യോഹന്നാൻ 4:10 സമാനമായ വചനഭാഗങ്ങൾ. യോഹന്നാൻ 7:37, വെളിപാട് 21:6. 4 യോഹന്നാൻ 4:20 സമാനമായ വചനഭാഗങ്ങൾ. നിയമാവർത്തനം 11:29, ജോഷുവ 8:33. 5 യോഹന്നാൻ 4:22 സമാനമായ വചനഭാഗങ്ങൾ. 2 രാജാക്കന്മാർ 17:27 മുതൽ 33 വരെ, ഏശയ്യ 2:3. ഇങ്ങനെ 100 ചോദ്യോത്തരങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.